സ്മാർട്ടിലെ അഡ്വാൻസ് ഓപ്ഷൻ വഴി എടുത്തിരിക്കുന്ന അഡ്വാൻസുകൾ 3 മാസത്തിനകം നമ്മൾ സെറ്റിൽ ചെയ്യണം. അങ്ങനെ സെറ്റിൽ ചെയ്യേണ്ട വിധമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അഡ്വാൻസ് എടുത്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ ലോഗിനിൽ നിന്നും സർവീസ് മെനുവിൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ലേബൽ വഴി അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാർഡിനകത്തുള്ള അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അഡ്വാൻസ് എടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അയച്ചിരിക്കുന്നത് അഡ്ജസ്റ്റിനകത്തും കാണിക്കും, പെൻഡിങ് ഉള്ളതിനെ പെൻഡിങ് ടാബിനകത്തും കാണിക്കും. ഇപ്പോൾ ഞാനൊരു അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 46,800 എടുത്തതിനകത്ത് 40,000 മാത്രം ചിലവാക്കിയതായിട്ട് കാണിച്ചിട്ടുണ്ട്. 3 രീതിയിലാണ് സെറ്റിൽമെൻറ്റ് വരുന്നത്. ഒന്ന്, എടുത്ത തുകയേക്കാളും കൂടുതലോ ചിലവാക്കാം, അല്ലെങ്കിൽ എടുത്ത തുകയേക്കാൾ കുറച്ച് ചിലവാക്കാം, അല്ലെങ്കിൽ എടുത്ത തുകയ്ക്ക് തുല്യമായിട്ട് ചിലവാക്കാം. ഇപ്പം പെൻഡിങ്ങിനകത്ത് എനിക്ക് 2 അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഞാൻ എടുത്ത 2 അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഒരു എൻട്രിയിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. അവിടുന്ന് പ്രൊസീഡ് ചെയ്യുക. ഈ എടുത്ത അഡ്വാൻസ് ഏത് ഐറ്റത്തിലാണ് ചിലവഴിച്ചത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പോലെ ഏത് ഹെഡിലാണ് ഈ എടുത്ത അഡ്വാൻസ് ചിലവാക്കിയത് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഈ കേസിനകത്ത് ഞാൻ കൂടുതൽ ചിലവാക്കിയതായിട്ടാണ് കാണിക്കുന്നത്. 50,000 രൂപ ചിലവാക്കിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനൊരു നോട്ട് ഞാൻ കൊടുത്തു. എന്ന് വെച്ചാൽ ബാക്കി 3,200 രൂപ എനിക്ക് തിരിച്ച് കിട്ടാനുണ്ട്, ഓഫീസിൽ നിന്ന് തിരിച്ച് കിട്ടാനുണ്ട്. അപ്പം അതിന് റിമാർക്ക് രേഖപ്പെടുത്തിയിട്ട് അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തി അത് സേവ് ചെയ്യുക. തുടർന്ന് ഈ അഡ്ജസ്റ്റഡ് സ്ക്രീനിനകത്ത് അതിൻ്റെ സ്റ്റാറ്റസ് സേവ് എന്നായിരിക്കും കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ സബ്മിറ്റ് കൊടുക്കുക. ഇത്ര മാത്രമാണ് അഡ്വാൻസ് എടുത്ത വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ ഒരു അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി കിടപ്പുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ തുല്യമായ തുകയ്ക്ക് തന്നെയാണ് ചിലവാക്കിയിട്ട് കാണിക്കാൻ പോകുന്നത്. $46,800 തന്നെ ഞാൻ ഫുള്ള് അതേ തുക തന്നെ ചിലവാക്കിയായിട്ട് കാണിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 0. ഈ കേസിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ രേഖപ്പെടുത്തി സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം ആ എൻട്രിയെ നമ്മളത് നമ്മൾ അഡ്വാൻസ് എടുത്തു തന്ന ക്ലർക്ക്, ധന്യ എന്ന് പറഞ്ഞ ക്ലർക്കാണ്, അദ്ദേഹത്തിന് ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമാണ് അഡ്വാൻസ് എടുത്ത ആൾ ചെയ്യേണ്ടത്. ശേഷം ചെയ്യേണ്ടത് അഡ്വാൻസ് എടുത്തു കൊടുത്ത വ്യക്തിയാണ്, അതായത് ആ ഫയൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ലോഗിനിൽ സർവീസിനകത്ത് ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ കാർഡിനകത്ത് ഇതുപോലെ തന്നെ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇതിലോട്ട് കയറുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവിടുന്ന് വന്നിരിക്കുന്ന റിക്വസ്റ്റുകളെല്ലാം ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ അയച്ചിരിക്കുന്ന 3 റിക്വസ്റ്റുകൾ. അതിൽ തുല്യമായ തുകയ്ക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ചിലവാക്കിയത്, കുറവ് ചിലവാക്കിയത്. ഇപ്പോൾ ഞാനൊരു കൂടുതൽ ചിലവാക്കിയ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ നോട്ട് മാത്രം രേഖപ്പെടുത്തുക. ഇത്തരം കേസുകളിനകത്ത് നമുക്ക് അധിക തുക ഈ അഡ്വാൻസ് എടുത്ത വ്യക്തിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ക്രിയേറ്റ് ക്ലെയിം എന്നൊരു ബട്ടൺ വരും. ഈ ക്രിയേറ്റ് ക്ലെയിം ഉപയോഗിച്ച് ആ ഫയലിനകത്ത് പോയി ഫയലിനകത്ത് നോട്ടും മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അതിനുശേഷം ക്ലെയിം തയ്യാറാക്കി ക്ലെയിം വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അഡ്വാൻസ് എടുത്ത തുകയിൽ നിന്നും അധികമായി ചിലവഴിച്ച തുക നമുക്ക് ആ സ്റ്റാഫിന് തിരികെ കൊടുക്കാൻ പറ്റും. ഇതാണ് അഡ്വാൻസിൽ കൂടുതൽ ചിലവാക്കിയ കേസിനകത്ത് നമുക്ക് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഫിനാൻസ് മാനേജ്മെൻറ്റിൽ പോയി അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു, അതിൽ നിന്നും കുറവ് ചിലവഴിച്ചത് 40,000 മാത്രം ചിലവഴിച്ചതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നത് ഡിമാൻഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതായത് ബാക്കി തുക ആ ജീവനക്കാരനെ കൊണ്ട് തിരിച്ചടപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ഡിമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിലേക്ക് പോയി ആ ഫയലിൽ നിന്നുകൊണ്ട് ഡിമാൻഡ് ജനറേറ്റ് ആവും. അത് നേരെ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് ആ പൈസ അടപ്പിക്കുക. അങ്ങനെ അടച്ചതിന് ശേഷമാണ് ബാക്കി ഒരു പ്രോസസ്സ് കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. ഈ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. ഇപ്പോൾ 3ാമത്തെ അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മൾ തുല്യമായി ചിലവാക്കിയിരിക്കുന്നതാണ് 46,800 രൂപ. അതും നമ്മുടെ അഡ്വാൻസ് എടുത്ത വ്യക്തി അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് വേണ്ട റിമാർക്കുകളൊക്കെ രേഖപ്പെടുത്തുക. അതിനുശേഷം വേറെ ഒന്നും ചെയ്യാനില്ല, വെരിഫൈ എന്നുള്ള ബട്ടൺ മാത്രം ചെയ്താൽ മതി. കാരണം അടപ്പിക്കാനുമില്ല, കൊടുക്കാനുമില്ല. ഈ വെരിഫൈ എന്നുള്ള ബട്ടൺ ഈ എല്ലാ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ചെയ്യണം. അതായത് ഒരു തുക കൂടുതലായിട്ട് കുറച്ചാണ് നമ്മൾ കൊടുത്തത് 50,000 രൂപയാണ്. പക്ഷേ 40,000 ചിലവാക്കിയെങ്കിൽ ബാക്കി 10,000 രൂപ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് തിരിച്ചടപ്പിക്കേണ്ടതുണ്ട്. ഇതുവഴി ക്രിയേറ്റ് ഡിമാൻഡ് വഴി 10,000 രൂപ തിരിച്ചടപ്പിച്ചതിന് ശേഷം ആ പൈസ അടച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം റെസിപ്റ്റ് ആക്കിയതിന് ശേഷം ആ ഫയൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ട് ഈ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാർഡിനകത്ത് പോയി ഈ എൻട്രി എടുക്കുന്ന സമയത്ത് അവിടെ വെരിഫൈ എന്നുള്ള ബട്ടൺ എനേബിൾ ആവും. ആ വെരിഫൈ ബട്ടൺ കൂടി കൊടുക്കുമ്പോഴാണ് ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആവുന്നത്. പിന്നീട് ഇതിൻ്റെ അപ്രൂവർ ലോഗിനിലാണ്. അപ്രൂവർ ലോഗിനിൽ ഈ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ തന്നെ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ഇങ്ങനെ സ്റ്റാഫ് വെരിഫൈ ചെയ്ത് വിട്ട അഡ്വാൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ലിസ്റ്റ് ചെയ്ത് വരും. അവിടെ നിന്ന് അപ്രൂവ് ചെയ്യണം. അത് ഇവിടുത്തെ കേസിൽ മിക്കവാറും ഫിനാൻസ് ഓഫീസറോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് ഓഫീസറോ ആയിരിക്കും. അത് അപ്രൂവ് ചെയ്യുന്നതോടെയാണ് ഈ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാവുന്നത്.